കുട്ടികളെ, സഹപ്രവർത്തകരെ, ഏറെ ദുഃഖകരമായ സംഭവങ്ങളൊക്കെ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. 10-12 ദിവസമായി ഒരു കുടുംബത്തിൻ്റെ നാഥനായി അല്ലെങ്കിൽ അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് വളയം പിടിച്ചു പോയ അർജുൻ ഇതുവരെ എവിടെയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വടകര സ്കൂളിലൊരു കുട്ടി തൻ്റെ സംയുക്ത ഡയറിയിൽ അച്ഛൻ, ഡ്രൈവറായ അച്ഛന് ഇതുപോലെയൊന്നും ആപത്ത് വരുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഡയറി എഴുതിയത് കേരളം ഏറ്റെടുത്തതാണ്. അപ്പോൾ നമുക്ക് അർജുനനായി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നാം ഏവരും ഏറെ ആഹ്ലാദത്തോടുകൂടി കാത്തിരിക്കുന്ന നിമിഷങ്ങളിൽ ഇനി ഏത് ദിവസവും ഉണ്ടാവാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഒളിമ്പിക്സ് പാരീസിൽ ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് അമ്പെയ്ത്തും അതുപോലെ തന്നെ ഷൂട്ടിങ്ങിലുമൊക്കെ ഏറെ മെഡലുകൾ വാരിക്കൂട്ടിയ സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. 117 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘം അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ രംഗങ്ങളിലുള്ള, വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളും അവിടെ പുതിയ വേഗവും പുതിയ ദൂരവും പുതിയ ഉയരവും ഒക്കെ തേടിയുള്ള മത്സരത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്കും അതുപോലെ തന്നെ ലോക സമാധാനത്തിന് ഇതൊരു പുതിയ കാഴ്ചപ്പാടും ചുവടുവെപ്പുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളിലെല്ലാവരിലും ഒരു മാത്സര്യത്തിന്റെ ഒരു കനലെന്നും അണയാതെ തിരുനാളമായി ഉണ്ടാവുവാൻ ഈ ഒരു ഒളിമ്പിക്സ്, 30ാമത് ഒളിമ്പിക്സ് പാരീസിൽ ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക്സ് കാരണമാവട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഗുഡ് ആഫ്റ്റർനൂൺ. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവൽ പങ്കെടുക്കാനായിട്ട് എല്ലാ രാജ്യങ്ങളും ഈ ഫെസ്റ്റിവൽ പങ്കെടുക്കാറുണ്ട്. ഈ ഒളിമ്പിക്സിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്പോർട്സിൽ കൂടെ വളർത്തുക. അതാണ് ഒളിമ്പിക്സിന്റെ മെയിൻ ഗോൾ. ഇപ്രാവശ്യം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 117 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വാരിക്കോരി തരട്ടെ. അതുപോലെ ഒളിമ്പിക്സിലെ നല്ലൊരു താരങ്ങളാകാൻ നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.